ഇതാണ് സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ. ഇതെന്താണ് സ്ക്രിപ്റ്റിലില്ലാത്ത പുതിയൊരു സീൻ? ഓൻ കൈന്നിട്ടതായിരിക്കും. കിരണേ പൊളിയൂ. വെയിറ്റ് ചെയ്യ്. ശംഭു മഹാദേവൻ വെറുതെ ഒന്നും ചെയ്യില്ല. സിറ്റുവേഷൻ ഓക്കെയാന്ന് കയറി ചെന്ന് പറഞ്ഞാലാ? തിരക്കാക്കല്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ പരിസരമൊന്ന് ശ്രദ്ധിക്കണം. കൊളായി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പോവും. പിന്നെ സൊസൈറ്റി പവിത്രനില്ല. നീ ഒരു കാര്യം ചെയ്യ്, അതിൻ്റെ അകത്ത് പോയിട്ട് എന്തെല്ലാം നടക്കും നോക്കിയിട്ട് വാ. ഞാനാ? നീ എന്നെ പിന്നാലെ പോ. ഇല്ല എനിക്ക് തോന്നിയാന്ന്. ഇല്ല ചന്ദ്രേട്ടാ ഓടിക്കോ ഓടിക്കോ. എന്തിനാ? എന്തായി? നമ്മളെ പിള്ളേരകത്തുണ്ട്. അതെയാ? അപ്പൊ നകലേ എനക്കങ്ങനെ അറിയില്ല. ഒരു ഹോർലിക്സ് നോട്ടടാ. അല്ല ദേവി എന്തിനു വീഴ്ത്തേക്കൊന്നിനി? ആ കടയിലെ പുളിച്ച പഴംപൊരിയാണ് ഓരുടെ ഫേവറേറ്റ്. എന്തായാലും ഒന്നിനോട് ഭയങ്കര സ്നേഹം കേട്ടാ. എന്തേ? അല്ല എനിക്ക് ഹോർലിക്സ് വാങ്ങിക്കുന്നുണ്ട്. ഹോർലിക്സ് എനക്കല്ല, കറക്കുന്ന മുഴുവൻ പാലിൽ ഒരു ഹോർലിക്സ് വിലക്കാ കുടിക്കല്. ഞാൻ വെള്ളം ചേർത്തിട്ട് സൊസൈറ്റി കൊടുക്കും. അവരും കുടിക്കട്ടല്ല, അവർക്കും കുടിക്കാനില്ലേ? അല്ല വെള്ളം കൂട്ടി റീഡിങ് വരൂലേ? ഞാനല്ലേ അതിന് റീഡിങ് അളക്കല്. നമ്മളിതിലില്ല. ഗാലറിയിലിരുന്ന് കളി കണ്ടാ മതി. ഏമ്പക്കം കണ്ട നാച്ചുറൽ ആക്ടിങ്. ഇത്രയും വാരി വലിച്ചു പിടിഞ്ഞ ആർക്കാണേലും ഏമ്പക്കം വരും, സ്വാഭാവികം. അതിന് തന്നെയാണ് നാച്ചുറൽ ആക്ടിങ് പറയുന്നത്. 48. തിരിക്കട്ടെ. കറക്റ്റ് അല്ലേ? കറക്റ്റ് തന്നെ, പക്ഷേ ഒന്നും ചോദിച്ചില്ല. എന്തു ചോദിക്കാൻ? ആരാ എന്താന്നൊക്കെ ചോദിച്ചാലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റൂ. എന്നാന്ന്? എന്താ? അല്ല എനിക്ക് ഓനെ അത്ര പരിചയമൊന്നുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പുറത്ത് പറയാൻ പറ്റുമോ? എന്നാന്ന്? ആരാര്യങ്ങളീ പറയുന്നത്? പേര് ഓന്റെ പേര് ശബരീഷ്. അല്ല അയ്യോ ബ്രിജേഷ്. ആ ഈ കാവുംചോലയിലെ. അയ്യോ അതൊന്നുമല്ല. ആ കിട്ടി കിട്ടി, മുകേഷ്. മുകേഷ് അല്ല അപ്പൊ അത് നിങ്ങളുടെ ആരും അല്ലേ? ആരുമല്ലേ? വരുന്നു. ഈ നാട്ടിൽ വന്നിട്ട് എല്ലാം കൊള്ളായില്ലേ? അൺപ്രഡിക്റ്റബിൾ ഇത്രയും വിചാരിച്ചില്ല. എന്തായാലും തീരുമാനമായല്ലോ. എന്നാലും എന്റെ ശംഭു ആടെ എന്താ കൂട്ടത്തല്ല. പ്ലാനല്ല പൊളിഞ്ഞല്ലോ. ഇനിയിപ്പോ അങ്ങനെ അങ്ങോട്ട് പോലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആടെ അടിയിടുന്നത്? ടെൻഷൻ ആവണ്ട. ചന്ദ്രേട്ട അച്ഛനെ കാണാൻ പോയിട്ടുണ്ടല്ലോ. വരട്ടെ. ഇന്നില്ലേ ഹോട്ടലിൽ അടി നടന്നിന്, അതുകൊണ്ടാ കാണാൻ പറ്റാൻ. ഞാൻ ഓനവിടെ ചൊറയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഓൻ എന്തോ പ്രീ വെഡിങ് ഷൂട്ട് നടത്തണോലോ, അതും നാളെ തന്നെ. പ്രീ വെഡിങ്ങാ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഓൻ ആരാ ഇതൊക്കെ തീരുമാനിക്കാൻ? അല്ല, നിങ്ങപ്പോ എന്തെങ്കിലും പ്രശ്നമാക്കി കഴിഞ്ഞാൽ ഇത് അച്ഛനറിയും. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വാശി കൂടി ഇന്ന് തന്നെ കല്യാണം കഴിപ്പിക്കില്ലേ? അതുകൊണ്ട് ഞാനതിന് നിന്നു കൊടുക്കണമെന്നാ നിങ്ങൾ പറയുന്ന? എന്നല്ല, പിന്നെ നിന്നു കൊടുക്ക. ഫോട്ടോ എടുക്കട്ടെ, പക്ഷെ ഒറ്റൊരെണ്ണം പോലും പുറത്തു വരൂല. അത് ഞാൻ നോക്കിക്കോളാം, അല്ലേ?
എന്തായി ചന്ദ്രേട്ടാ? ഒന്നും നടക്കൂലടോ. ഏ? അയാൾ കല്യാണം നേരത്തെ ആക്കുന്ന പറഞ്ഞേ. ഒരു 2 മാസത്തിലുണ്ടാവും. പവിയേട്ടാ ഇനിയിപ്പോ അല്ല, നിങ്ങൾ പേടിക്കണ്ട. നമ്മ എന്താണെന്നൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ വിളിക്കാം. നിങ്ങളെ വിശ്വസിച്ചിട്ടാന്നേ. നമ്മ ഇത് മുടക്കും, അതെൻ്റെ വാക്കാണ്. അല്ല, നീ എങ്ങനെ കല്യാണം മുടക്കുന്ന ഉറപ്പ് കൊടുത്തേ? നിങ്ങളെ കണ്ടിട്ട് പവി, എൻ്റെ കയ്യിൽ കൊനഷ്ടൊന്നുമില്ല. നിങ്ങളാകുമ്പോൾ എന്തെങ്കിലും കിട്ടും, ആലോചിക്കുക. അല്ല, അയാൾ എന്തിനാ കല്യാണം നേരത്തെ നടത്തുന്നത്? അയാൾ ആരെല്ലാം വിളിച്ചിട്ട് മുടക്കാൻ നോക്കുന്നുണ്ടല്ലോ. ഞാനുണ്ടായാലും അതിന് 3-4 കോള്. വേറെ ആരായി കല്യാണം മുടക്കാൻ നോക്കുന്നത്? മിസ്റ്റർ രവി, ഒരു പെൺകുട്ടിയുടെ ഭാവിയെ ഓർത്താണ് ഞങ്ങൾ ഇങ്ങനെ തുടർച്ചയായി നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഫോൺ കട്ട് ചെയ്തതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് പറയാനുള്ള സത്യങ്ങൾ ഇല്ലാതാവുന്നില്ല. ഇനിയെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം, പ്ലീസ്. ആ പറയ്. കേൾക്കാന്ന് പറഞ്ഞു. മിസ്റ്റർ രവി, ബിബീഷ് ബാലൻ എന്ന നീചനും സ്ത്രീലമ്പടനും അക്രമകാരിയും സർവോപരി മയക്കുമരുന്നിന് അടിമയുമായ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ മകൾക്ക് വേണ്ടി കണ്ടെത്തിയതെന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റിയ ആദ്യത്തെ തെറ്റ്. നീലച്ചടയനടിച്ച് നീലാകാശത്ത് പാറി നീലചിത്രങ്ങൾ കണ്ട് നിലാവിൽ സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു നികൃഷ്ട ജീവിക്ക് താൻ താലോലിച്ച് വളർത്തിയ സ്വന്തം മകളെ കൈപിടിച്ചേൽപ്പിക്കാൻ മാത്രം ക്രൂരനാണോ രവീന്ദ്ര ഹോട്ടൽ മുതലാളി മിസ്റ്റർ രവീന്ദ്ര തൈക്കാട്ടിൽ? എന്തോ ഊഞ്ഞ ഡയലോഗാന്നറ. അല്ല, ഈ കല്യാണം മുടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നാ ലാഭം? ലാഭം നിങ്ങൾ ഞെട്ടിപ്പൊട്ടാൻ പോകുന്ന ഒരു വലിയ സത്യമാണ് ഇനി ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. ആ പറയ്, ഞാൻ ഞെട്ടട്ടെ. മംഗലാപുരം കേന്ദ്രീകരിച്ച് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെക്സ് മാഫിയയിലെ അംഗമാണ് ഈ പറഞ്ഞ ബിബീഷ് ബാലൻ. മംഗലാപുരം നോർത്ത് സ്റ്റേഷനിലെ കുന്നുകൂടി കിടക്കുന്ന അനേകം കേസുകളിൽ ഈ ബിബീഷ് ബാലന് പങ്കുണ്ട്. ആഹാ. ആ കഴിഞ്ഞ അടുത്തത് വയ്ക്കല്ലേ വയ്ക്കല്ലേ, ഒരു മിനിറ്റ്. അയ്യോ, മനെ, നിങ്ങൾ വളരെ വലിയൊരു മനുഷ്യനാണ്. നിങ്ങളുടെ പ്രായവും പക്വതയൊന്നും എനിക്കില്ല. എല്ലാരെയും പോലെ തന്നെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. ഒരു ദിവസം അപ്രതീക്ഷിതമായി എന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത തകർക്കാൻ ബിബീഷ് ബാലൻ എന്ന യുവാവ് കടന്നു വന്നു. അയാൾ എന്നോട് നിർത്ത്. ഈ പടം ഞാനും കണ്ടിന്യൂ. നിങ്ങളിപ്പോ എവിടെന്നാ വിളിക്കുന്നത്? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല. ഞാൻ ഇവിടെ ആളല്ല. എന്റെ വീടങ്ങ് തിരുവനന്തപുരത്താണ്. മംഗലാപുരം പഠിക്കുമ്പോൾ അറിയാന്നല്ലാണ്ട്. അപ്പൊ നിങ്ങ കണ്ണൂരല്ല? ഏടുന്ന് ഞാൻ ജനിച്ചതും വളർന്ന് ഇപ്പൊ നിൽക്കുന്നത് എല്ലാം തിരുവനന്തപുരത്താണ്. ഇതുവരെ ഞാൻ കണ്ണൂർ പോയിട്ട് പോലുമില്ല. മുത്തപ്പനാണ് സത്യം. ഇപ്പൊ കറക്റ്റ് മനസ്സിലായി. ഓ ശരി ശരി ശരി. ടെൻഷൻ ഉണ്ടോ മുത്തേ? എന്നെ ചന്ദ്രിക എന്ന് വിളിച്ചാൽ മതി. ഞാൻ വിളിക്കുന്നത് ഏത് കണാപ്പനാണെങ്കിലും എന്റെ പേര് വിളിച്ചാൽ മതി. കറക്റ്റ്. മിസ്റ്റർ ഭൂപേഷ്, പെട്ടെന്നാവട്ടെ. ബിബീഷേ, ഞാനിവിടെ പപ്പടം കാച്ചാലേന്ന്. ഇത് സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അല്ല, കുട്ടി വറീടാവും. ഈ ഒരു കാര്യം ചെയ്യേ, ഓന്റെ വീട്ടിലെ കടിച്ച് കയറ്റി കൊടുക്കും. കരിയട്ടെ. അല്ല, ഈ വെയിലടിച്ചിട്ടേ മുഖത്തിന്റെ സ്വാഭാവികത ലക്ഷം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ഇത്. നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കേ വേണ്ട. നമ്മ ഇത് അടിച്ച് വെളുപ്പിച്ചാളി ഫോട്ടോഷോപ്പ് ഇട്ടിട്ട്. ഭൂപേഷ് കുമാർ ഫോട്ടോഗ്രാഫി ഒന്നൊന്നര സംഭവനടാ. പിന്നെ അല്ലാണ്ട് സന്തോഷേട്ടന്റെ ഗുരു. അതെയാ, മൂപ്പര് കല്യാണം എവിടെയാന്നു? അല്ലടോ, ഓനെ കാറ്ററിംഗിന്റെ പണിയാ. ഓ ഐ സി. നീ അധികം വർത്താനാക്കാണ്ട് ലൈറ്റ് ഒന്ന് പിടിച്ചു. റിലാക്സ് ചെയ്തോ? ഒന്ന് നേരുന്ന മക്കളെ, ആ കയ്യൊന്ന് അടുപ്പിച്ചേ. ഇങ്ങനെ ചിരിച്ചേ. ഒന്ന് ചിരിച്ച മോളെ. ചിരിക്കൂലേ? ചിരിക്കാല്ലേ മോളെ പറഞ്ഞു. നീ ചിരിക്കപ്പോ ചിരിക്കോളെ. നീ എത്ര ചിരിക്കണ്ട. അവേട്ടാ അമലെ ഒരു മുറുക്കാനും കൂടെ എടുത്തോളൂ. അഭിയേട്ടനൊന്ന് മുറുക്കി ചവക്കട്ടെ. മൊത്തത്തിൽ ഈ ചന്ദ്രോത്സവം സെറ്റപ്പ് എന്തിനായിരുന്നു? എടാ, ഒരു സിനിമാറ്റിക് അപ്രോച്ചാണ്. അഭിയേട്ടന്റെ ഈ ട്രാജഡി കണ്ടിട്ട് വേണം ചന്ദ്രികയുടെ മനസ്സറിയാൻ. എന്റെ അഭിയേട്ട എന്നും പറഞ്ഞ അവൾ ഇങ്ങോട്ട് ഓടി വരണം. അതിനോളും കൂടി നോക്കുന്നും കൂടില്ല. ഓന്റെ ഓരോ വെകിട് പരിപാടി. എന്റെ കിരണെ സ്വന്തമായിട്ട് എന്തേലും ഒന്ന് ചെയ്. ഒഞ്ഞു പോടാടുന്നു. അഭിയേട്ട, ലാസ്റ്റ് റിഹേഴ്സൽ.
ഓക്കെ. ഓക്കെ. തവളപ്രക്കാടി എന്ന ഇരട്ട പേര് ആര് വിളിച്ചാലും കൊഞ്ഞനം കാട്ടി അറിയാവുന്ന 4 തെറി വിളിക്കുന്നവൾ. തവളപ്രക്കാട്ടിയല്ല, തവളക്കണ്ണി. പിന്നെ മറ്റേ ജസ്റ്റർ മാറിപ്പോയി, ഇതല്ല മറ്റത്. കുറച്ചുകൂടി ഇമോഷൻസ് വരട്ടെ അഭിയേട്ടാ. കമോൺ, ഇമോഷൻസ്. ഒരിക്കൽ ഞാനും ആ പേര് വിളിച്ചപ്പോൾ അവൾ തെറി വിളിച്ചില്ല, പകരം കണ്ണു നിറച്ചു. നിങ്ങളെ പ്രായത്തിനോർത്തിട്ടായിരിക്കും. ഓണാഘോഷം കാണാൻ പോയപ്പോൾ കണ്ണിൽ തമ്മിൽ തമ്മിൽ നോക്കിയിരിക്കാൻ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഓ മാറ്റച്ചുരുക ചോദിച്ചപ്പോൾ മറന്നുപോയി അവൾ. എന്ത് അഭിയേട്ട പടം മാറി. ഓ സോറി സോറി സോറി. അവളാണ് മക്കളെ മറ്റൊരുത്തന്റെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും. സങ്കല്പലോകമല്ല ഈ ഉലകം. അമ്മരെ അഭിയേട്ടൻ കഴിയുന്നുണ്ടോ? നമ്മൾ പൊളിക്കുന്നത്. നേരത്തെ തുടങ്ങിയാന്ന് തോന്നുന്നു. അതിന് നമ്മൾ സിനിമ കാണാനല്ലോ പോകുന്നത്. വാങ്ങി ഈ ഫോട്ടോഗ്രാഫർ ആരാ നോക്കി നോക്കണേ? ഫോട്ടോ എല്ലാം പിടിച്ച് മേടിച്ച് വെക്കേണ്ടതാണ്. ആരാധാര ഭൂപേഷല്ലേ? ഫോട്ടോ പറഞ്ഞാ പതിച്ചു. ആന്നോ? ചന്ദ്രികേ, ബിബീഷേ, കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ രണ്ടാളും? ഒന്ന് നൈസായിട്ട് ചിരിച്ചാൻ ദാനെ പോലെ. പിടിച്ചോ മുടുക്കൻ. അതുകൊണ്ട കുട്ടി അങ്ങോട്ട്, ഞാൻ ഇങ്ങോട്ട്, ഇങ്ങനെ ഒരു ഷോട്ട്. ഓ ഷിറ്റ്. നീ ആ ബിന്ദുവിന്റെ ചെക്കനല്ലേ? നീ ആ ബിന്ദുവിന്റെ ചെക്കനല്ലേന്ന്? യെസ്, അതെ. ഓ അതെ. പിന്നെ ദേവേച്ചി ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാനും സമ്മതിക്കില്ല. ഏതോ പെണ്ണിനെ കൊണ്ട് വന്നാന്ന് അത് കണ്ടുവാ. മോനെ എടാ ദേവിയില്ലത് ആരാന്ന് ഇപ്പത്ര? ആ ദൈവമേ, ഓളെ കൊണ്ട് ഇന്നെങ്കിലും നിനക്ക് ഉപകാരം ഉണ്ടാവുക. ഇത് മുടക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് കല്യാണം കഴിപ്പിച്ചനെ. ഇത് ഓളോട് എന്താ കൊനഷ്ട് പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഓളല്ലല്ലോ, ഓളെ അച്ഛനല്ലേ കേൾക്കേണ്ടത്. പക്ഷെ അവള് ചിരിച്ചോട്ടാ പറയുന്നേട്ടാ. എന്നാ കൊനഷ്ട് തന്നെ. ഇത് രവിയേട്ടന്റെ മോള് ചന്ദ്രിക ഏനായിട്ട് ഹോട്ടൽ നടത്തുന്നേ. തീരെ ചെറുപ്പത്തിനോളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെയാ? നിങ്ങെന്താ രണ്ടാളൂടെ ഷൂട്ടിങ്ങിനേറ്റം വന്നതാ? നോ ആന്റി, നമ്മളെ വെഡിങ് ആണ്. എന്റെ പൂമാല പോതി ഞാൻ കേൾക്കുന്ന ബെറ്റിങ്ങാ. എടാ മൂക്കളെ മാറാത്ത നിനക്കെന്താ ബെറ്റിങ്? എന്നാ വർഷം എനിക്ക് പ്രായമായി. വൈ നോട്ട്? നിന്റെ ശ്വാസം മുട്ടലൊക്കെ മാറിയടാ. ഓ മൈ ഗുഡ്നസ്. നീ അപ്പളും മെലിച്ചു കിടക്കലെന്ന് നിന്റെ അമ്മ പറയലുണ്ടല്ലോ. ചന്ദ്രിക ഉദ്ദേശിച്ച വലിയല്ലത്. അല്ല, ചന്ദ്രിക ഉദ്ദേശിച്ച വലിയ തന്നെ. പക്ഷെ ഞാൻ നിർത്തി. ഐ ക്വിറ്റ്. പെരുമ്പപ്പുഴയ്ക്കപ്പുറം ലോകം കാണാത്തൊരു പെണ്ണിനെ വളയ്ക്കാനുള്ള വിദ്യ ബിബീഷ് ബാലന് അറിയാം. ഓളും മംഗലാപുരത്തൊക്കെ പഠിച്ചാ ചങ്ങായി. അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. എനക്ക് ഇങ്ങോട്ട് വന്നേ. അമ്മല അപ്പുറത്തെങ്ങാനും കൂട്ടിട്ട് പോയാ ഓന്റെ വാക്കും കേട്ടിട്ട് വലിയ കാര്യം ഉണ്ടായിരുന്നു. ഡയലോഗ് ഛർദിക്കുന്നവർക്ക് അത്ര പ്രതീക്ഷ. ബ്യൂട്ടി അങ്ങ് പോയി. പോട്ടെ. വർത്തമാനം കഴിഞ്ഞില്ലേ? റെഡി? ഓരോ സൂക്കടാണ് പണ്ടേ. ഓനെ നല്ലോണം നോക്കണട്ടാ. സുഖമില്ലാത്ത കുഞ്ഞാന്ന്. മംഗലം കഴിഞ്ഞാലെങ്കിലും ഓന്റെ സൂക്കേട് മാറി കിട്ടിയാ മതിയായിരുന്നു. ഏ ലേഡി, നിങ്ങൾ എന്നല്ലോ കൊള്ളിച്ചോറിന്ന്? കൊള്ളിച്ചറിയുന്ന അല്ല, ഈ പരിപാടി വൈകുന്നേരം വരെ ഉണ്ടാവുക? ഉണ്ടാവും, കൊറേ പേരുണ്ടാവും. അതൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ നിർത്തും. ഇപ്പൊ നിർത്തുവാ? എടുക്ക്. ഒരു മിനിറ്റ്, ഒരു ട്രിക്ക് ഉണ്ട്. ചന്ദ്രികയെ, ഭൂപേഷേട്ട എത്ര സമയമുള്ള പറയുന്നത്? ഒന്ന് റൊമാൻറ്റിക്കായിട്ട് ചെയ്തൂടെ? നീ നിന്റെ പണി നോക്ക്. ഒരു മിനിറ്റടാ. 60 seconds. പിന്നെ ഇതെല്ലാം എന്റെ പണി. ഞാനേ ക്യാമറ സെറ്റാക്കി വെക്കും. നീ ഓളറിയാണ്ട് ഓടത്ത് പോയിട്ട് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കണം. ഞാൻ കൊടുക്കടാ. ഞാൻ കാൻഡിഡേറ്റ് അത് ക്ലിക്ക് ചെയ്യും. എടാ ഭൂപേഷേട്ട ചെയ്യുമ്പോ എന്തെങ്കിലും പറയിട്ട് പോകണം. അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടും. റിസൾട്ട് കിട്ടോ? ആ പിന്നെ അത് മതി. ഓടാ അനുഗ്രഹിക്കണം. നന്നായി വരും. റെഡി? ഒന്നൊന്നര ക്ലിക്കായിരിക്കും. റെഡിയല്ലേ? ചന്ദ്രിക ഒന്നും തിരിയുന്നില്ല. പോയാലോ? പോവാനും പറ്റില്ല. നമ്മളെ സാധനം ഉണ്ടല്ലോ. Back up. പോവാനും പറ്റില്ല. നമ്മളെ സാധനം ഉണ്ടല്ലോ. 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 പോ
നല്ലോണം കൊടുത്തൂല്ലേ? ആ പാവോ. പാവോ കൊടുത്തത് കുറഞ്ഞുപോയി. അല്ല, ഇത് എന്റെ വീട്ടിലറിഞ്ഞ പ്രശ്നാവോ? എന്റെ വീട്ടില് ഞാൻ പറയൂല. ഓന് നാണക്കേടല്ലേ, ഓനും പറയൂല. ഇപ്പൊ 2 വീട്ടിലും അറിഞ്ഞിട്ടുണ്ടാവും. അതെന്തേ? എന്റെ ഇളയമേനെ കാണുന്നില്ല. ഏ ബിന്ദു, ഏണേ. നിങ്ങന്ന് ദേവിച്ചി പറയുന്നത് നിങ്ങക്ക് തോന്നിയതായിരിക്കും. അയ്യോ, ഞാനെന്തിനാ നിന്നോട് ഇല്ലാത്ത പറയുന്നത്? നിന്റെ ചെക്കൻ എന്തെങ്കിലും അത്യാവശ്യം വന്നാലേ എനക്കും വിഷമില്ലേ? സത്യം പറഞ്ഞാൽ നിനക്ക് ഇഷ്ടാവൂലല്ലോ. ഓന്റെ കയ്യിലുണ്ട് കുരുത്തക്കേട്. എന്തെന്ന്? ഇക്കണ്ട ജനം നോക്കി നിൽക്കുമ്പോ ഓനെന്തിനോളം ഉമ്മ വെച്ചടി? ജനങ്ങളിലുണ്ടായി. ജനങ്ങളെന്ന് പറഞ്ഞാല് ഒരു ചങ്ങായിമാരുണ്ട്. ഇങ്ങോട്ട് വരട്ട് നായി. കല്യാണത്തിന് മുന്നേ അടി വാങ്ങിട്ട്. അതന്നെയാണ് ഞാനും പറയുന്നത്. അതന്നെയാന്ന് ഞാനും പറയുന്നത്. ഒരു ഉമ്മ വെക്കാൻ പോയേന് അതും ഇഷ്ടാന്ന് ഇങ്ങോട്ട് പറഞ്ഞൊരു പെണ്ണ് അടിക്കുക. മൊത്തത്തിൽ ഞാൻ ശ്രദ്ധിച്ചിനി ഓക്കൊരു താല്പര്യക്കുറവ്. ഷീസ് സാഡ് മാൻ. ഞാൻ ദുബായി പോകുന്നതിന്റെ വിശപ്പാ നോക്ക്. അതുകൊണ്ടായിരിക്കല്ലോ മുഖത്ത് നോക്കി യാത്രയായി പോന്ന് അല്ലേ? സത്യം പറയൂ പക്ഷേ ഇതിലെന്തോ ഉടായിപ്പുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനെല്ലാം റെഡി ആയി വന്നിട്ട് ഓള് നിന്റെ മുഖത്തടിക്കാന്നൊക്കെ പറഞ്ഞ എന്റെ മുഖത്തല്ല അടിച്ചിനി. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? അയ്യോ, ചോര പൊടിയുന്നുണ്ടോ? ചോര പൊടിയുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പഴുത്ത് വീങ്ങി അത്ര ഉള്ളു. ഒരാളെ പോലെ 7 ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ തീർന്നില്ലേ? നിങ്ങ ബിബീഷിന്റെ ഫോട്ടോ എടുപ്പിന് വന്നിട്ട് എന്താ മാറിയെന്നിന്? നിങ്ങ അവിടെ വന്നിനാ? ഞാൻ ജസ്റ്റ് വന്നിന്. ഇത്രയും നാളായിട്ട് നമ്മളെ കല്യാണം വിളിക്കാത്തതിന്റെ ഒരു മനപ്രയാസം ഉണ്ടായിനി. പിന്നെ ചങ്ങായിയല്ലേ പോയി നോക്കാന്ന് വിചാരിച്ചു. അത് നല്ലതാണ്. എന്താ ചോദിച്ചു? ഞാൻ വെറുതെ വെറുതെ ഉടനെ ഉണ്ടാവോ? ഒരു 1.5 മാസം കൊണ്ടുണ്ടാവല്ലേ? 1.5 മാസം. 1.5 മാസം ഉണ്ടാവും. 1.5 മാസമായാലും 2 മാസമായാലും ഇപ്പൊ നാളെ ആണെങ്കിലും ഇപ്പൊ നമുക്ക് കെട്ടിപ്പോവാന്നല്ലേ ഉള്ളൂ. അല്ലേ ഭവിയേട്ടാ? അല്ലേ ഭവിയേട്ടാ? എന്നടാ പുതിയ നെഗ് വല്ലതും ഉണ്ടാ? നിന്റെ വരവ് കാണുമ്പോഴേ പേടിയാവുന്നല്ല. നെഗൊന്നുമില്ല, ഫുൾ പോസിറ്റീവ് ആണ്. ഏട്ടന്റെ വെഡിങ് നേരത്തെ ആക്കി. 3 ദിവസത്തിനുള്ളിൽ കല്യാണം. 3 വെഡിങ് ഇൻ 3 days. അതല്ലേ? പിന്നെ സുജിനേജിന്റെ കല്യാണത്തിനൊന്നും കാത്തിക്കുന്നില്ല. അതിനും ഈ വരുന്ന ബുധനാഴ്ച ഇത് നടത്താൻ വിചാരിക്കും. കല്യാണം. അയ്യോ, എന്തൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഫുൾ പോസിറ്റീവ് അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു. പറയാനേ വന്നി. എല്ലാരും ഉണ്ടാവണേ. ആര് പോയേക്കല്ലേ? ഒന്നും പറ്റിയില്ല. അപ്പൊ വെഡിങ്ങിന് കാണാം. ബിബീഷിന്റെ കല്യാണം എന്ത് പോസിറ്റീവ് ന്യൂസ് അല്ലേ? പിന്നെ 3 ദിവസമല്ലേ ഉള്ളൂ. നമ്മളെ പയ്യനല്ലേ ബിബീഷിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളെ കല്യാണം. ഞങ്ങൾ വന്നാ പിന്നെ മെല്ലെ അങ്ങ് പോവാന്ന് വിചാരിച്ചു. അഭിയേട്ടന് കുറച്ച് കഞ്ഞി മേടിച്ചു കൊടുക്കും. പോവാം. നീ എന്താ രാവിലെ തന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇന്നലെ രാത്രി വിളിച്ച് ഞാൻ നിങ്ങളോട് എല്ലാം പറഞ്ഞല്ലേ? ഓ, അതാണ് കാര്യം. അതിന് വഴി ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ? ചന്ദ്രേട്ടാ, എന്ത് വഴി ഉണ്ടാക്കല്? ഇനി 3 ദിവസം 4ന്റെ അന്ന് കല്യാണം. ഓളയും കെട്ടി അങ്ങ് പോവും. എനക്ക് സുജിനെ കിട്ടൂലെന്ന്. അതിന് 3 രാത്രിയും പകലും നിവർന്ന് കിടപ്പില്ലടോ. ചന്ദ്രേട്ടാ, എന്ത് നീണ്ടു കിടക്കല്? ഇനി അധിക ദിവസമല്ലല്ലോ. സുജിനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ടെൻഷനോട് ടെൻഷൻ. നമുക്ക് ഉറപ്പില്ല കാര്യം മാത്രം ചെയ്യാം. പോരെ? തലച്ചോറ് കലങ്ങി. അതെ, നമുക്ക് ഓനോട് പറഞ്ഞു. ആരോട്? ബിബീഷിനോട്. കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ? കല്യാണം കഴിക്കാൻ പോകുന്നോണ്ട് കല്യാണം മുടക്കാൻ വരണം. ഇത് ബഗിട് പോയി പറയുന്നത്. പിന്നെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ 4 കെട്ട് എന്ന് വേഗം പറ. നീയാണ് വരുന്നേ. അറ്റേ വീട് ഒരാൾക്ക് കൂടാൻ പറ്റും. ഇങ്ങോട്ട് തന്നായിരുന്നു. അമലെ, അഭിയേട്ടാ, എണീക്ക്. എന്നാടാ കിരണേ, രാവിലെ എണീപ്പിച്ചിട്ട് വീട്ടിൽ പോയിട്ട് വരാം. വളരെ സങ്കീർണമായ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വീട്ടിലെല്ലാം പോകുന്നതിന് മുമ്പ് അത് കേട്ടു നോക്ക്. ഡാർക്ക് അടിക്കുന്നല്ല. നമ്മൾ ബിബീഷിനോട് ഒരു വലിയ ചതി ചെയ്യാൻ പോകും. എത്ര നാളോ എന്നല്ലേ ചെയ്തോണ്ടെന്ന്?
ഇത് തേച്ചാലും മാച്ചാലും മായാത്ത വേറൊരു ചതി. സ്ത്രീ വിഷയം, വൈറൽ വീഡിയോ. മറ്റേതാ? എടാ അത്രയ്ക്കൊന്നുമില്ല, ജസ്റ്റ് വെള്ളം അടിച്ച് നൃത്തം ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ. അതിപ്പോ അത്ര വലിയ പ്രശ്നമാവോ? തുള്ളുന്ന ഒരു പെണ്ണിന്റെ കൂടെയാണെങ്കിലോ? നമ്മുടെ നാട്ടിൽ നാറാൻ അതൊക്കെ പോരെ. പെണ്ണോ? യു മീൻ ക്യാബറേ? നമ്മ ഫാമിലി ഓഡിയൻസിനെ കൺസിഡർ ചെയ്യണം. കൊടുക്കാൻ നമ്മളും നാറും കയറണേ, പറഞ്ഞിട്ടാന്ന് വേണ്ട. അതൊന്നുമില്ലെന്ന്. അഭിയുടെ ഒരു പഴയ വീടില്ലേ, ആടെ ഇപ്പം ആരും താമസമില്ലല്ലോ? ഇല്ല, അതിന് യെസ്. കാര്യപരിപാടി ആടുന്ന് മതി. ഇന്ന് സന്ധ്യക്ക് കള്ളു കുടിക്കാനുള്ള സാധനങ്ങളും ബാക്കി സെറ്റപ്പൊക്കെ ആയിട്ട് അഭിയേട്ടൻ ആടെ ഉണ്ടാവണം. ബിബീഷിനെ നമ്മളെ ചെലവാന്നും പറഞ്ഞ് അങ്ങോട്ട് വരുത്തിക്കാം. ഹോസിന് കള്ളു കുടിക്കാനെന്ന് പറഞ്ഞ ഓൻ എന്തായാലും വരും. വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓനെ നമ്മൾ കള്ളു കുടിപ്പിച്ച് ഫിറ്റാക്കുന്നു, പെണ്ണിന്റെ ഒപ്പം ഡാൻസ് കളിപ്പിക്കുന്നു, വീഡിയോ എടുക്കുന്നു, നാട്ടുകാർക്കും വീട്ടുകാർക്കും അയച്ച് വൈറലാക്കുന്നു, ഓൻ നാറുന്നു, കല്യാണം മുടങ്ങുന്നു. കിരണ, എന്ത് ബുദ്ധിയാണോ നിനക്ക്? നീ മലയാള സിനിമേനെ വേറെ തലത്തിലെത്തിക്കും. അയിനോ വെൽ, ഇത് നമ്മുടെ ആർട്ട് പ്രോപ്പർട്ടീസ് ആണ്. അവിടെ സെറ്റ് ആക്കി വെക്കണം. നമ്മൾ പോയിട്ട് വരാം. എടാ, അല്ല ഒറ്റയ്ക്ക് തുള്ളിയാ വൈറലാവില്ലല്ലോ. പെണ്ണ് വേണ്ടേ? ഞാനും നമ്മൾ അതിന് പോയിട്ട് വരാം. അതെ അതെ, ഈ വക കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ പോലുള്ളവരാണ് പോകേണ്ടത്. എന്ത് റിസ്ക് എടുത്തും ഞങ്ങൾ പെണ്ണിനെ കൊണ്ടുവരും. അല്ല, നമ്മളെ വീടിന്റെ ഭാഗത്ത് ആൾക്കാരെ വല്ലതും ഉണ്ടാവുക? അത് വലിയ വിഷയമല്ല. ആ കാട്ടുമുക്കിൽ വീടെല്ലാം കുറവാന്ന്. ആ കാട്ടുമൂക്കില ആടെന്നെ ആടുമ്പോ വീടുണ്ടാവില്ല, ആൾക്കാരും കുറവായിരിക്കും. ആടെ എങ്ങനെ നമ്മൾ വിളിച്ചു വരുത്തല്? അതാ നിന്റെ വണ്ടിയിലെ ടയർ പഞ്ചറായി മറിഞ്ഞിട്ട് ഓനെ ഇങ്ങോട്ട് വരാൻ പറയാം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അല്ല, വിളിച്ചു വരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ ഓ സമ്മതിക്കും? പോത്തിനോടൊപ്പം ഞാൻ ഇത്രയേറെ പേര് ചൊല്ലി. എടാ, ഓനിവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഓനെ കൊഞ്ചിക്കാനല്ല, ഓന്റെ കൈയും കാലും തല്ലി പിടിക്കാനാണ്. നിങ്ങൾ എന്നായി പറയുന്നത്? ഓൻ ഒരാഴ്ച ആശുപത്രി കിടത്താലേ ഈ കല്യാണം മുടക്കാറിയോ. പിന്നെ ഇരുട്ടടിയായതുകൊണ്ട് ആർക്കൊന്നും മനസ്സിലാവില്ല. ചെറിയ ഒതിർ ചെയ്താൽ മതി. ബടം നിനക്കും തരാൻ രണ്ടെണ്ണം ഒരു ഒറിജിനാലിറ്റിക്ക്. ഈ പോലീസും പ്രശ്നമൊക്കെ ആവൂലേ? ഓനൊരു പാവല്ലേ? അത് നീ പാവല്ലേ? ഇത്രയും കാലം നേരെ നടന്നിട്ട് നിനക്കെന്തായിന്? എടാ, ഓൻ ചെറിയ പ്രായമാണ്. ഓൻ ഇനിയും സമയമുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാം. പിന്നെ പോലീസ് വന്നോട്ട് അതിന് നമ്മളെന്താക്കിനി? ഇത്രയും കാലം നിങ്ങൾ അടിയിലല്ലേ മുന്നോട്ട് പോയത്. നമുക്ക് നോക്കാം. അല്ല, ഈ വിട്ടേക്കാം. ഒരു കാര്യം ചെയ്യ്, നീ ആ ബിബീഷിനെ വിളിക്ക്. ഓൻ്റെ എന്താ പ്ലാൻ എന്നാന്ന് മനസ്സിലാക്കല. വിളിക്കടാ. ആ, എല്ലാം ഞാൻ അറിഞ്ഞു. കാട്ടുമുക്കിലല്ലേ? നീ എവിടെയാ? അപ്പ നിങ്ങ അടിക്കുമല്ലേ? എടാ, ഞാനങ്ങനെ ചെയ്യും. ഇതിപ്പോ ചന്ദ്രേട്ടൻ പറഞ്ഞപ്പോ നീ എന്നോട് ക്ഷമിക്ക്. നിങ്ങ എന്ത് പോയിട്ട് ഈ പറയുന്നത്? കാട്ടുമുക്കിൽ നിന്ന് എന്റെ ബാച്ചിലർ പാർട്ടി അല്ലേ, നമ്മളെ ക്ലബ് വക. നിങ്ങണ്ടാവൂലേ? ഞാൻ വരൂടാ. ആ, അപ്പൊ സെറ്റ്. കാട്ടുമുക്കില് നമ്മിന്ന് തല പൊട്ടുന്നവരടിക്കും. ചന്ദ്രേട്ടൻ ദൈവം നമ്മുടെ കൂടെയാണ്. എന്തിനാ എന്ന്? കാട്ടുമുക്ക് പ്ലാൻ ഓൺ. Mama, I'm going for the party, Mama. നീ എടുത്തേക്കെങ്ങും Bye. ഇന്നലെ മേച്ചിട്ട് എനിക്ക് മതിയായി. Okay, I miss you too, Mama. പോടാ, ഈ വെച്ച് ചോറല്ലേ ഞാൻ തന്നെ നിന്നണ്ടേ. Oh, Mama. ബൈക്ക് എടുത്ത്. Okay, Mama, bye. ഓടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. വെള്ള ഷർട്ടും ജീൻസും ആണേ. നിങ്ങൾ വണ്ടി എടുത്ത് ആളിന്റെ ചൂട്ടിലേക്ക് വാ. സ്വാഗതം. നമസ്കാരം ചേച്ചി. എക്കര നമ്മ എടാ മോനെ, നീ അതെങ്ങനെ ശരിയാവൂലേ? ഇവര് കണ്ടെത്താൻ അവന് തിരിയൂലേ? തിരിയത്തല്ലേ? ഓന്റെ മുമ്പിൽ നമ്മളെ അമലു ആണെങ്കിലും പുറത്തു വരുമ്പോ ഇതൊരു പെണ്ണാന്ന്.
നമ്മ പുറത്ത് വിടുന്ന വീഡിയോയിൽ പെണ്ണിന്റെ മുഖം കാണിക്കൂലെന്ന്. എന്റെ ഒരു ഡയറക്ടർ ബ്രില്യൻസ്. ബ്രില്യന്റ്. സാധാരണ ഇത്തരം കേസുകൾക്കൊന്നും ഞാൻ നിൽക്കലില്ല നിങ്ങൾക്ക് അറിയാലേ. ഇത് പിന്നെ ഒരു വെറൈറ്റി ഏർപ്പാടായതുകൊണ്ട് ചെയ്തു കളയുന്നിരിച്ച് അഭേണ്ട ഒരു കാര്യല്ലേ. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? അങ്ങനെ മാത്രം കൂട്ടണ്ട, വേറെ പണിയൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്. പിന്നെ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ. പിന്നെ